നമസ്കാരം. സിംപ്ലി ഫൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രസകരമായിട്ടുള്ള നമ്മളുടെ വ്യൂവേഴ്സിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്ത ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഡേറ്റിംഗ് ചെക്ക് ലിസ്റ്റ്. നമ്മൾ ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെക്ക് ലിസ്റ്റൊക്കെ വെച്ചിട്ടാണോ നമ്മൾ ആൾക്കാരെ ഡേറ്റ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണോ പോവാൻ? തീർച്ചയായിട്ടും നോക്കണം. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ജാതകം നോക്കുമായിരുന്നു. പലപ്പോഴും ആൾക്കാർ സോഷ്യൽ സ്റ്റാൻഡിംഗ് ആണ് നോക്കുന്നത്. അവരുടെ അതേ ഫൈനാൻഷ്യൽ രീതിയിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ അതേ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഉള്ള ആൾക്കാരെയൊക്കെയാണ് പാരൻസ് കണ്ടുപിടിച്ച് തരാൻ ശ്രമിച്ചിരുന്നത്. അത് സക്സസ്ഫുൾ ആണോ അൺസക്സസ്ഫുൾ ആണോ എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ കോൺവെർസേഷനാണ്. അപ്പോൾ അത് തൽക്കാലം നിൽക്കട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ നമ്മൾ പറയുന്നത് ഇന്നത്തെ കാലത്ത് സ്വന്തം പാർട്ട്ണറിനെ, അത് ലിവിങ് ടുഗെദർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാരേജ് ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും ആ നമ്മുടെ സ്വന്തം പാർട്ട്ണറെ ചൂസ് ചെയ്യാനുള്ള റൈറ്റ് എപ്പോഴും കുട്ടികളിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്നെയാണുള്ളത്, പാരൻസിനെക്കാട്ടിലും കൂടുതൽ. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ? സിംപ്ലിഫൈ ഒരു 5 പോയിൻറ്റ്സ് പറഞ്ഞു പോകുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവൻ ചെക്ക് ലിസ്റ്റ് ഒന്നും ഇതിനകത്ത് കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള 5 പോയിൻറ്റ്സ് നമ്മൾ ഈ എപ്പിസോഡിൽ കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ കോർ വാല്യൂസ്. ഓക്കെ, പോയിൻ്റ് നമ്പർ 1, കോർ വാല്യൂസ്. അതായത് എല്ലാ ആൾക്കാർക്കും ഒരു സെറ്റ് ഓഫ് ബിലീവ്സ് ഉണ്ടാവും. ചില ആൾക്കാർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചിലപ്പം പഞ്ച്വാലിറ്റിക്കായിരിക്കാം, മറ്റു ചിലർ കൊടുക്കുന്നത് ക്ലെൻലിനെസ്സിനായിരിക്കാം, ചില ആൾക്കാർ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് കരിയർ ആയിരിക്കാം, ചില ആൾക്കാർക്ക് ഫാമിലീസ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് റിലിജൻസ് ആയിരിക്കാം. അങ്ങനെ പോകുന്നു ലിസ്റ്റ്. പക്ഷെ നമ്മളുടെ അതേ കോർ വാല്യൂസ് ഉള്ള ഒരാളുമായിട്ടാണ് നമ്മളൊരു പാർട്ട്ണർഷിപ്പിൽ പോകുന്നതെങ്കിൽ, ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതെങ്കിൽ, തിങ്സ് ബിക്കംസ് വെരി ഈസിയർ. കാരണം അവർക്കും അത് തന്നെയാണ്, നമുക്കും അത് തന്നെയാണ്. അതിനൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ക്ലെൻലിനെസ്. ചില ആൾക്കാർക്ക് അവരുടെ റൂമൊക്കെ വളരെ വൃത്തിയാക്കി വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. മറ്റു ചിലർക്ക് അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിരിക്കില്ല. അവർ വന്നുകൊണ്ടേ ഡ്രസ്സൊക്കെ വലിച്ചു വാരിയിട്ട് അവർ ഇഷ്ടമുള്ള പോലെ സാധനങ്ങളൊക്കെ വയ്ക്കും. അപ്പോൾ വളരെ ക്ലെൻലിനെസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ പാർട്ട്ണറെങ്കിലോ ഓട്ടോമാറ്റിക്കലി അപ്പോഴത്തേക്ക് തന്നെ ഇറിറ്റേഷൻസ് വരാൻ തുടങ്ങും. അല്ലേ, ആ ഇറിറ്റേഷൻസ് പിന്നെ ഇഷ്ടക്കേടാവും, പിന്നെ ഫൈറ്റ്സ് ആവും, പിന്നെ അതിന് ബ്രേക്കപ്പിലേക്ക് പോകും. അപ്പോൾ നമ്മളുടെ കോർ വാല്യൂസിന് അതേ സ്റ്റാൻഡിങ് കൊടുക്കുന്ന, അല്ലെങ്കിൽ അത് സിമിലർ കോർ വാല്യൂസ് ഉള്ള ആൾക്കാരുമായിട്ട് നമ്മൾ പാർട്ട്ണർഷിപ്പിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ വരികയാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ ഇടുന്ന എഫേർട്ടിൻ്റെ ഒരു എമൗണ്ട് നമ്മൾ കുറച്ചിട്ടാൽ മതി. കാരണം രണ്ടുപേർക്കും സിമിലർ ലൈക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ലൈഫ് ബിക്കംസ് ഈസിയർ. ഡേറ്റിംഗ് ചെക്ക് ലിസ്റ്റിൽ രണ്ടാമതായിട്ടുള്ള പോയിൻ്റാണ് ഇമോഷണൽ കോമ്പാറ്റബിലിറ്റി. എന്താണ് ഈ ഇമോഷണൽ കോമ്പാറ്റബിലിറ്റി? അതായത് ഓരോ ആൾക്കാരും ഇമോഷനെ വാല്യൂ ചെയ്യുന്നതും എക്സ്പ്രസ് ചെയ്യുന്ന ഓരോ രീതിയിലാണ്. ചില ആൾക്കാർ വിഷമം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെക്കും. എന്നിട്ട് അവർ തന്നെ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഓക്കെ ആയി കഴിയുമ്പോൾ തിരിച്ച് പാർട്ട്ണറുടെ അടുത്തോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോകും. ചില ആൾക്കാർക്ക് ഇമോഷൻസ് വന്നാൽ ഹോൾഡ് ചെയ്യാൻ ഇഷ്ടമല്ല. ആരുടെ അടുത്താണോ പ്രശ്നം, അവരുടെ അടുത്ത്, പ്രത്യേകിച്ച് നമ്മുടെ പാർട്ട്ണറാണ് എങ്കിൽ, നമുക്ക് അവരുടെ അടുത്ത് പോയി അതെല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്ത് ഒരു കോമൺ ഗ്രൗണ്ടിൽ എത്തിയാൽ മാത്രമേ അവർക്കൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ 2 ആൾക്കാർ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ 2 ആൾക്കാർ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇമോഷണൽ കോമ്പാറ്റബിലിറ്റി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് പറ്റും? ഒരാളെപ്പോഴും സൈലൻറ്റ് മോഡിലും പോകും, ഒരാളെപ്പോഴും അത് പറഞ്ഞ് ക്ലിയർ ചെയ്യാനും നോക്കും. പിന്നെ വഴക്കുണ്ടാകാൻ വേറെ എവിടെയെങ്കിലും പോകണോ? അപ്പോൾ അത് ഒരു ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വരും ഭാവിയിൽ. അതിനെക്കാട്ടിലും നമ്മളുടെ ഇമോഷണൽ കോമ്പാറ്റബിലിറ്റി ഒന്നെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരാളോ, അല്ലെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളോ ആണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമായി. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കമ്മ്യൂണിക്കേഷനും. കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അവരതിന്, അല്ലെങ്കിൽ ഒരു തർക്കം വരുമ്പോൾ അതെങ്ങനെയാണ് അവർ റിസോൾവ് ചെയ്യുന്ന എന്നുള്ളൊരു പാറ്റേണും. ചില ആൾക്കാർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവാം. നമുക്കിപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ലെങ്കിൽ പോലും അതിന് വേണ്ടി ശ്രമം എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാനുള്ളൊരു സമാധാനം അവർ കാണിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതുപോലെ തന്നെ തിരിച്ച് അവർക്ക് പറയേണ്ട കാര്യങ്ങളും നമ്മുടെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിച്ച് അത് സോൾവ് ചെയ്യുകയാണെങ്കിൽ റിലേഷൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷേ ഞാൻ പറയുന്ന മാത്രമാണ് ശരി, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മാത്രം ആൾക്കാർ കേട്ടാൽ മതി, എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്നുള്ള
ഒരു എന്താ പറയുക ഒരു ഔട്ട്ലുക്ക് ഉള്ള ആൾക്കാരുമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പിലോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. 4ാമത്തെ പോയിൻറ്റ് അവർ തരുന്ന സപ്പോർട്ടാണ്. അവർ തരുന്ന സപ്പോർട്ടും എൻകറേജ്മെൻറ്റുമാണ്. നമ്മുടെ ലൈഫിൽ എന്ത് തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമുക്കതിന് സപ്പോർട്ട് വേണം. നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ പാർട്ട്ണറിൻ്റെ നിന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരവൻ്റെ ഗ്രോത്ത് മാത്രമല്ലാതെ മറ്റൊരാളുടെ, അത് പേഴ്സണൽ ഗ്രോത്ത് ആയിക്കോട്ടെ, പ്രൊഫഷണൽ ഗ്രോത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീട് വയ്ക്കുന്ന കാര്യം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് സപ്പോർട്ട് തരുന്ന ഒരാളാണെങ്കിലാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുക, അല്ലേ? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ പാർട്ട്ണർ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഇങ്ങോട്ട് സപ്പോർട്ട് തരുകയും വേണം, നമ്മൾ തിരിച്ച് കൊടുക്കുകയും വേണം. അപ്പോൾ ആ സപ്പോർട്ടിൻ്റെ എലമെൻറ്റ് തരാൻ കഴിയുന്ന ആൾക്കാരാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ എൻകറേജ് ചെയ്യും. അതുപോലെ നമ്മളെപ്പോഴും നല്ലത് തന്നെ ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ അതിനുവേണ്ടി നമ്മളെ ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്ത് നമ്മളെ സൈഡ് ലൈൻ ചെയ്യാതെ പകരം ഒരു തമാശയിലൂടെയോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ കോൺവെർസേഷനിലൂടെയോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു പാർട്ട്ണറാണ് നമുക്കുണ്ടെങ്കിലോ എന്ത് അടിപൊളിയായല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും പോയിൻറ്റ് നമ്പർ 4 ഇസ് സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ്. നമ്മൾ ഇത്രയും പറഞ്ഞത് ആൾക്കാരുടെ ബിഹേവിയർ ആൻഡ് റിലേഷൻഷിപ്പ് പാറ്റേൺസിനെ പറ്റിയിട്ടാണ്. പല ആൾക്കാരും റിലേഷൻഷിപ്സിന് മെയിൻറ്റെയിൻ ചെയ്യുന്നതും എക്സ്പ്രസ് ചെയ്യുന്നതും അവർ കാണിക്കുന്ന ബിഹേവിയറും അല്ല ഒരു പെർട്ടിക്കുലർ രീതിയാണ്. നമ്മളൊരാൾ കുറച്ച് നാൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അവരുടെ ബിഹേവിയർ പാറ്റേൺ എങ്ങനെയാണ്. അവർ ഓപ്പൺ കോൺവെർസേഷനിൽ നിൽക്കുന്ന ആൾക്കാരാണോ, അവർ ലോങ് ടേം റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണോ, അതേ ആവശ്യം വരുമ്പോൾ മാത്രം ആൾക്കാരുടെ അടുത്ത് വരുന്ന ആൾക്കാരാണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബിഹേവിയർ ആൻഡ് റിലേഷൻഷിപ്പ് പാറ്റേൺസ് ഒന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയെ കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് വെൻ യു സ്റ്റഡി എ പേഴ്സൺ ഇൻ ദാറ്റ് മാനർ, തീർച്ചയായിട്ടും നമ്മൾ ഇമോഷണലി നമ്മളത് ചെയ്യരുത്, ലോജിക്കലി വേണം ചെയ്യാൻ. നമ്മൾ ഒരാളെ ഇഷ്ടമാണ്, അപ്പോൾ പിന്നെ അവർ ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് പ്രേമത്തിൻ്റെ തുടക്കത്തിൽ വിചാരിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാതെ പണി മേടിക്കുന്നതാണെന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ലോജിക്കലി നമ്മൾ അനലൈസ് ചെയ്യുക, ഇവർ മറ്റുള്ളവരോട് എങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയാണോ അവർ ബിഹേവ് ചെയ്യുന്നത്, അവരുടെ ബിഹേവിയർ പാറ്റേൺ എങ്ങനെയാണ്. എല്ലാവർക്കും ഒരു പാറ്റേൺ ഉണ്ട്, അവരുടെ റിലേഷൻഷിപ്പ് പാറ്റേൺസ് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അത് നമ്മൾ ഒരാളെ പറ്റിയിട്ട് വിലയിരുത്താൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ പോയിൻറ്റ് നമ്പർ 5, അതായത് അവരുടെ ലൈഫ് സ്റ്റൈൽ പാറ്റേൺ. പല ആൾക്കാരുടെയും ലൈഫ് സ്റ്റൈല് വളരെ വ്യത്യസ്തമാണല്ലേ. ചില ആൾക്കാർക്ക് രാവിലെ എണീറ്റ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിക്കാനായിരിക്കും ഇഷ്ടം. ചില ആൾക്കാർക്ക് തോന്നുമ്പോൾ എണീറ്റ് സൗകര്യം വരുന്ന പോലെ ജീവിക്കാനായിരിക്കും ഇഷ്ടം. അതേപോലെ തന്നെ ചില ആൾക്കാർ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. നമ്മളിപ്പോൾ രാവിലെ എണീക്കുന്ന ആളാണെങ്കിൽ മറ്റൊരാൾ ലേറ്റായിട്ട് എണീറ്റാലും കുഴപ്പമില്ല എന്നുള്ളതായിരിക്കും. അപ്പം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്താണോ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരാളെ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. അല്ലാതെ നേരെ ഓപ്പോസിറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ തുടക്കത്തിലൊക്കെ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കും, പക്ഷെ പിന്നെ അത് നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് നമ്മളുടെ ഇമോഷണലി നമ്മളുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ബിഹേവിയർ പാറ്റേൺ, നമ്മുടെ ഒരു ഇമോഷണൽ പാറ്റേൺ, ഇതെല്ലാം ആയിട്ട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരാളാണോ എന്ന് ചൂസ് ചെയ്യുക, ആണോ എന്ന് ആദ്യം നിങ്ങൾ അനലൈസ് ചെയ്യുക. അതിനുശേഷമാണ് നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഈ മെയിനായിട്ട് പറഞ്ഞ 5 പോയിൻറ്റ്സും എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് നല്ലൊരു ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല സ്ട്രോങ് റിലേഷൻസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. സിന്ധു നന്ദകുമാർ, കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. താങ്ക് യു.